ഘടകകക്ഷി നേതാക്കളുമായി വി.ഡി. സതീശൻ ഇതിനിടയിൽ കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, ഈ ഘടകകക്ഷി നേതാക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് ചർച്ചയിൽ ഉണ്ടായത്? നേരത്തെ തന്നെ ലീഗ് നേതൃത്വത്തിൽ ഒരു വിഭാഗം പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ആണ് തങ്ങൾ അനുകൂലിക്കുന്നത് എന്ന തരത്തിൽ പരസ്യമായ പ്രതികരണം നടത്തിയതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ. അതിനുശേഷം ഇന്ന് ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് മുമ്പിലും ഘടകകക്ഷി നേതാക്കൾ തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതായത് നിലവിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ഒരു MLA മുഖ്യമന്ത്രിയാകണം എന്നതാണ് തങ്ങളുടെ ആഗ്രഹം എന്ന കാര്യമാണ് P.J. ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡ് പ്രതിനിധികളെ അറിയിച്ചിരിക്കുന്നത്. അത് വലിയ തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഘടകകക്ഷി നേതാക്കളുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ഹാരിസ് പീരാൻ, അതോടൊപ്പം അനൂപ് ജേക്കബ്, തോമസ് ഉണ്ണിയാടൻ ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കൾ കന്റോൺമെന്റ് ഹൌസിലെത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കണ്ടത്. ഒരുപക്ഷെ അത് അദ്ദേഹത്തിനുള്ള ഒരു പരസ്യമായ പിന്തുണയായി തന്നെ നമുക്ക് കാണേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഡൽഹിയിലേക്ക് മടങ്ങി പോവുകയും നാളെ അവർ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തെ, പ്രത്യേകിച്ച് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവരെ ഇന്നത്തെ ഈ MLA-മാരുമായി നടത്തിയ ചർച്ചയിലെ വിശദാംശങ്ങൾ സംഗ്രഹിച്ച റിപ്പോർട്ടായി അവർക്ക് കൈമാറും. അതിനുശേഷമാണ് സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുക. എന്തായാലും നിർണായകമായ നീക്കങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ KC പക്ഷം ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അടക്കം ഒരു ആശങ്കയിലാക്കുന്ന തരത്തിലേക്ക്, പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി ചർച്ചകൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കന്റോൺമെന്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. ഹാരിസ് ബീരാനും അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ളവർ, തോമസ് ഉണ്ണിയാടൻ ഉൾപ്പെടെയുള്ളവർ അവിടെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വിവരങ്ങൾ. വി.ഡി. സതീശുമായി കൂടിക്കാഴ്ച നടത്തിയ ഈ ഘടക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.